നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ രാഹുകേതുക്കളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹു അങ്ങനെ 10ലേക്ക് എത്തുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. രാഹു 10-ലും കേതു 4-ലും. കേതു 4-ല്, അപ്പം 4-ാം ഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതുപോലെ തന്നെ രാഹു 10-ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഒരു പ്രത്യേക കാരണം കൊണ്ട്, ഒരു പ്രത്യേക കർമ്മം കൊണ്ട് ചില ഭാഗങ്ങൾ പ്രശസ്തമാവും. അത് നമ്മൾ ടൗണുകളായിട്ടൊക്കെ പറയും. ഇപ്പം പണ്ട് ശക്തിപീഠം കൊണ്ട് തന്നെ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് ഇന്ന് ബംഗ്ലാദേശിൽ കാണുന്ന ധാക്ക. പക്ഷേ ധാക്ക, ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഇന്നൊരു പുതിയ രാജ്യമാണ്. രാജ്യങ്ങൾ പുതിയത് വരും എങ്കിലും ചില സ്ഥലത്തിൻ്റെതായ ഒരു കയ്യൊപ്പോടു കൂടിയായിരിക്കും വരുന്നത്. ഒരു കയ്യൊപ്പുണ്ടാവും. അതുപോലെ ഒരു കയ്യൊപ്പാണ് നമ്മുടെ കർമ്മവും നമ്മുടെ പാരമ്പര്യവും. ഇത് തമ്മിലുള്ള ഒരു ബന്ധമാണ് ശരിക്കും 4-ഉം 10-ഉം തമ്മിലുള്ള ഒരു ബന്ധം. ഹ്യൂമൻ ഹിസ്റ്ററി നോക്കിയാൽ തന്നെ നമ്മുടെ ഒരു സ്ഥലത്തിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു സെൻസ് ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ കിൻഷിപ്പ് ഗ്രൂപ്പ്സ് ബേസ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ബേസ് ചെയ്തിട്ടായിരിക്കാം, നമ്മുടെ ക്ലാൻസ് ആൻഡ് ട്രൈബ്സ് ബേസ് ചെയ്തിട്ടായിരിക്കാം, അതുപോലെ തന്നെ നമ്മുടെ പരദേവതയെ ബേസ് ചെയ്തിട്ടും നമ്മുടെ സംസ്കാരത്തെ ബേസ് ചെയ്തിട്ടും ഒക്കെ ആയിരിക്കും. നമ്മൾ പലപ്പോഴും അതിനെ വളരെ ബഹുമാനത്തോടുകൂടി പറയാറുണ്ട്, ഹോം ലാൻഡ്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നാട്. ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് വന്നിറങ്ങുമ്പം കിട്ടുന്നൊരു ഫീലും, അതുപോലെ തന്നെ വിദേശത്ത് ചെല്ലുമ്പം ആ നാട്ടിൽ നമ്മുടെ നാടല്ല, അല്ല നമ്മുടെ സംസ്കാരവുമായിട്ട് ചേരുന്നതല്ല എന്നുള്ള രീതിയിൽ ഒരു ഇൻസെക്യൂരിറ്റി എപ്പോഴും കാണും. അതുപോലെയാണ് പാസ്റ്റ് ലൈഫ് കർമ്മ കണക്ഷൻ 4th ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേതു നിൽക്കുന്നത് കൊണ്ട് ഉണ്ടാവും. അപ്പം 4-ാം ഭാവത്തിൽ പറയുന്ന വിഷയങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അമ്മയുണ്ട്, കുടുംബമുണ്ട്, വാഹനമുണ്ട്. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. സുഖഭാവമാണ്. ഒരു ഇൻസെക്യൂരിറ്റി ഈ 4-ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ 10-ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളെ സഹായിക്കാൻ ഒരിക്കലും നിങ്ങളുടെ 4-ാം ഭാവത്തിന് കഴിയില്ല. നിന്നാൽ പാമ്പ് 10-ൽ നിൽക്കണം എന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് തന്നെ 10-ൽ രാഹു നിൽക്കുന്നവർ പലരും കർമ്മമേഖലയിൽ വല്ലാണ്ട് സക്സസ് ആവുന്നത് കണ്ടിട്ടുണ്ട്. ഗെയിം ചേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള, അവരവരുടെ മേഖലയിൽ കഴിവ് തെളിയിച്ച ഗംഭീരന്മാരായിട്ടുള്ള ഒരുപാട് പേര് ഈ 10-ൽ രാഹു ഉള്ളവരാണ്. സ്വാഭാവികമായിട്ടും അപ്പം കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ലൈഫോ ഒക്കെ ചിലപ്പോൾ പ്രശ്നമായെന്നിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് മാറിന്നിരിക്കാമെന്നിരിക്കാം. പക്ഷെ കർമ്മം കൊണ്ട് എല്ലാം നേടാൻ കഴിയുന്നവരുമാണ്. രാഹു അനുകൂലമായിട്ടാണെങ്കിൽ പാമ്പ് 10-ൽ നിന്നാൽ ഒരു രക്ഷയില്ല, നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കർമ്മ മേഖലയിൽ തങ്ങളുടേതായ ഒരു കുറേ സ്ട്രഗിളിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തങ്ങളുടേതായ ഒരവസ്ഥ കൊണ്ടുവരികയും ചെയ്യും. അതുപോലെ തന്നെ മുന്നേ പറഞ്ഞ പോലെ ഈ 4-ാം ഭാവത്തിലെ കേതും 10-ാം ഭാവത്തിലെ സർപ്പവും എന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ പല ഐഡിയാസും, ഇവരുടെ പല ചിന്താധാരകളും, പല എക്സിക്യൂഷൻസും ഫാമിലിക്കോ അല്ലെ ഫാമിലി മെമ്പേഴ്സിനോ ഒട്ടും കംഫർട്ട് ആവത്തില്ല. അവർക്ക് വളരെ സ്ട്രെയിഞ്ചായിട്ട് തോന്നും, ഇവരെന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, അല്ലെ ഇവരെന്താ ഇങ്ങനെയെന്ന്. സക്സസ് ആവുന്നിടം വരെ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ് ഈ 4-ാം ഭാവത്തിലെ കേതുവും 10-ാം ഭാവത്തിലെ രാഹു നിൽക്കുന്നവർ. അതുകൊണ്ട് തന്നെ ഈ 10-ൽ രാഹു നിൽക്കുന്നവരെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങളുടെ പ്രൊഫഷണൽ കാര്യങ്ങൾക്കായിരിക്കണം. അല്ലെങ്കിൽ അത് ചിലപ്പം ഫാമിലിയുമായിട്ട് ഒരിക്കലും സൂട്ടാവാത്ത രീതിയിലായിരിക്കും നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ ലൈഫ് പോകുന്നത്. ആ സമയത്ത് നിങ്ങൾ വെറുതെ ചിന്തിച്ച് കൂട്ടരുത്, ഞാൻ എൻ്റെ അച്ഛനും അമ്മയുമായിട്ട് അല്ലെങ്കിൽ ഡാഡുമായിട്ട് ഫാമിലിയായിട്ടൊക്കെ വല്ലാത്ത അറ്റാച്ച്ഡ് ആണ്, ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അതൊന്നും പറ്റില്ല, എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം കഴിയുമ്പം നിങ്ങൾ ഉറപ്പായിട്ടും ചിന്തിക്കും. കാരണം ഒരു സമയം കഴിയുമ്പം നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരും, അന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ മാറി ചിന്തിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അന്ന് എൻ്റെ കാര്യം നോക്കിയാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നും. കാരണം 4th കേതുവും ഒരിക്കലും കംഫോർട്ട് തരില്ല. പക്ഷെ നിങ്ങൾ അറ്റാച്ച്ഡ് ആയിരിക്കും, നിങ്ങൾക്കത് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് അവിടുന്ന് തിരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു കംഫോർട്ട് തരില്ല.
ഫോർത്ത് നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ 10th ഭാവവുമായിട്ട് എപ്പോഴും ഒരു സ്റ്റക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ 4ാം ഭാവം നിങ്ങളുടെ കംഫോർട്ട് സോൺ, നിങ്ങളുടെ സുഖഭാവം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ പാരമ്പര്യം, ഇതെല്ലാം നിങ്ങൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കും നിങ്ങളുടെ കർമ്മത്തിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ജന്മം ജനിച്ചിരിക്കുന്നത് കർമ്മം ചെയ്യാനാണ്. 10ാം ഭാവം നന്നായിട്ട് ചെയ്യണം, അവിടെ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ മിഷൻ ലൈഫ്, നിങ്ങളുടെ ഈ ലൈഫിൻ്റെ മിഷൻ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ഗെയിം അല്ലെങ്കിൽ ആ ഒരു ഗോൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. രാഹു 3, 6, 10, 11 സ്വന്തം നക്ഷത്രത്തിൽ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെയൊക്കെ നക്ഷത്രത്തിൽ, ബലവാനായ വ്യാഴത്തിൻ്റെയൊക്കെ നക്ഷത്രത്തിൽ അല്ലെങ്കിൽ ശുഭഭാവാധിപന്മാരുടെയൊക്കെ നക്ഷത്രത്തിൽ നിൽക്കുകയും ഭാവാധിപനും രാഹുവും തമ്മിൽ പരസ്പരം കേന്ദ്ര ത്രികോണങ്ങളിലൊക്കെ വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭൗതിക ഗ്രഹമാണല്ലോ, ഷാഡോ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 3, 6, 10, 11 നിങ്ങൾക്ക് പുറമേ വല്ലാണ്ട് സക്സസ് ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിൽ ഭൗതിക ജീവിതമാകുമ്പോൾ അതും വേണം. അപ്പം 10ൽ രാഹു അല്ല 3, 6, 10, 11 രാഹു നിൽക്കുമ്പം ആന്തരികമായിട്ട്, പ്രത്യേകിച്ച് 10ാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ ആന്തരികമായിട്ട് കുടുംബത്തിനുള്ളിൽ വലിയ സന്തോഷമൊന്നും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ വലിയ നമ്മുടെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യില്ലെങ്കിലും, അല്ലെങ്കിൽ നമ്മളെ അത്രയും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തോന്നുമെങ്കിലും, പുറമേ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് നോക്കുമ്പോൾ, നമ്മളുള്ള വീട്ടിലേക്ക് നോക്കുമ്പം, നമുക്ക് 10ൽ രാഹു ആണെങ്കിൽ നമ്മളുള്ള വീട്ടിലേക്ക് നോക്കുമ്പോൾ നമുക്കെല്ലാം ഉള്ളതായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് റിവാർഡുകൾ കിട്ടുന്നത് ഫാമിലി കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി പോവുക എന്നുള്ളതാണ്. കംഫോർട്ട് സോണിൽ നിന്ന് എല്ലാവരും ഉപേക്ഷിച്ചിട്ട് പോകുക എന്നുള്ളത് ഒരിക്കലും പറ്റില്ല. കേതു നിൽക്കുന്നതുകൊണ്ട് ആ കർമ്മം ബ്രേക്ക് ആവത്തുമില്ല, അതവിടെ നിൽക്കും. കേതു ഏത് ഭാവത്തിൽ നിൽക്കുന്നോ ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കർമ്മ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഒരവസ്ഥയായിരിക്കും. ഇങ്ങനെ രണ്ടും കെട്ടൊരവസ്ഥയിൽ നിൽക്കുക. അനുഭവ യോഗം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 10ൽ രാഹു നിൽക്കുന്നവർ, പാമ്പ് നിന്നാൽ 10ൽ നിൽക്കണമെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് തന്നെ 10ൽ രാഹു നിൽക്കുന്നവർ ലക്ഷ്യം നോക്കി മുന്നോട്ട് പോവുക. ഈ ജന്മം നിങ്ങൾ ജനിച്ചിരിക്കുന്നത് തന്നെ കർമ്മം ചെയ്യാനാണ്. ഒരു അൺകൺവെൻഷനലായിട്ടുള്ള ഒരു സ്റ്റൈല് ചിലപ്പം നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങൾ ജനിച്ച സാഹചര്യത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇടപെടുന്ന മേഖലകളിൽ അല്ലെങ്കിൽ വേറെ ഒരു രാജ്യത്ത് പോയിട്ട് അതൊക്കെ ചെയ്യാനോ, ഇങ്ങനെയൊക്കെ ഏത് മേഖലയിലാണെങ്കിലും അതുവരെയുള്ള യാഥാസ്ഥിക രീതിയിൽ നിന്ന് മാറി കാലദേശങ്ങൾക്കനുസരിച്ചുള്ള ഒരു ഐഡിയോളജി കൊണ്ടുവന്ന് എക്സിക്യൂട്ട് ചെയ്ത് സക്സസ് ആക്കാനുള്ള ഒരു കഴിവും ഒരു സ്റ്റൈലും ഒരു പ്രൊഡക്ടിവിറ്റിയും ഒക്കെ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ചെയ്യാം. അത് ചെയ്യാനാണ് ഈ ജന്മം. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ ഈ ഭാവത്തെക്കുറിച്ച് പറയുന്നില്ല. 10ാം ഭാവം കർമ്മമാണ്, ഫെയിമാണ്, നമ്മുടെ ജീവിത നിയോഗമാണ്, നമ്മുടെ പാത്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിന് പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെയാണ് രാഹു 10ൽ നിൽക്കുമ്പം കർമ്മ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പേരുദോഷങ്ങളും അപവാദങ്ങളും ഒക്കെ കേൾക്കാനുള്ള സാധ്യതകളുണ്ട്. കർമ്മ മേഖലയിൽ പെട്ടെന്നൊരു വീഴ്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 10ൽ നിൽക്കുന്ന രാഹു അതിൻ്റെ ദശയൊക്കെ തരുമ്പം ചിലപ്പം ഒരു വീഴ്ച. അതുപോലെ തന്നെ 10ലെ രാഹുവിൻ്റെ ദശയൊക്കെ തുടങ്ങുന്ന സമയത്ത് ചിലപ്പം ഈ 4ാം ഭാവം സുഖഭാവമായതും കൊണ്ട് തന്നെ കേതുവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ബന്ധങ്ങളും നമുക്ക് മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഈ രാഹു നമ്മുടെ കർമ്മം ചെയ്യിപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ കേതുവായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ആ കർമ്മത്തെ ബ്രേക്ക് ചെയ്തിട്ട് ആ 10ലെ രാഹു ദശയോ അപഹാരമോ നൽകുമ്പം നമ്മുടെ സോളിൻ്റെ ഗ്രോത്തിനും നമ്മുടെ മെറ്റീരിയൽ സക്സസ്സിനും തടസ്സമായി നിൽക്കുന്ന ബന്ധങ്ങളോ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മുറിഞ്ഞു പോകും, ബുദ്ധിമുട്ടാകും. അത് ഏറ്റവും അടുത്ത ബന്ധങ്ങളായിരിക്കാം, ചിലപ്പോൾ അത് വലിയ പെയിനായിരിക്കാം. അതുകൊണ്ട് തന്നെ 10ലെ രാഹു ചിലപ്പോൾ പ്രവർത്തിക്കുന്നത് പെയിനോടുകൂടിയായിരിക്കും, പെയിനായിട്ടായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ദോഷമാണ് കേതുവെങ്കിൽ, കർമ്മമാണ് കേതുമെങ്കിൽ, രോഗമാണ് കേതുമെങ്കിൽ, രാഹുവാണ് അതിൻ്റെ സർജറി വരുമ്പം എന്തായാലും വേദന എടുക്കുമല്ലോ. അപ്പോൾ ആ വേദന തരുന്ന ഭാവമാണ് രാഹു. അതിനെ ഓവർകം ചെയ്ത് പോവുകയും ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകും. അപ്പോൾ ആസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിലെ 10ലെ രാഹു 4ലെ കേതുവിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്,
ലക്ഷ്യം നോക്കി മുന്നോട്ട് പോവുക. ജനിച്ച സഹപാഠികളും ജനിച്ച സാഹചര്യങ്ങളും ഒന്നും ചിലപ്പം നിങ്ങളുടെ യാത്രയെ സപ്പോർട്ട് ചെയ്തെന്ന് വരില്ല. പക്ഷേ ഒരു കാലത്ത് നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ കഴിയും. അങ്ങനെ എത്തിപ്പെട്ട ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.